ഒരമ്മ മകനോട് മകൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്കും ഇടപെടുമോ നമുക്ക് സംശയം തോന്നുന്ന ഒരു കത്താണിന്ന് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ലിജേഷ്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അച്ഛൻ മരിച്ചു പോയിട്ട് 5 വർഷമായി മാഡം. എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. എനിക്ക് റെപ്യൂട്ടഡായുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിയുണ്ട്. എനിക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്. അവളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. മാഡം, ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അതിന് കാരണം ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു പെൺകുട്ടിയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അവളുടെ പുറകെ കുറേ നടന്നു. അവസാനം അവൾ സമ്മതിച്ചു. ഞാനങ്ങനെ വന്ന് വാശിയോടുകൂടി അമ്മയോട് പറയുകയായിരുന്നു എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ നിനക്ക് ജോലി കിട്ടിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, ഒരു 2 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ പോരെ, പ്രേമത്തിലൊന്നും ഞാൻ എതിരല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അവരുടെ വീട്ടിൽ നിന്ന് കുറേ പ്രഷറുണ്ട്, അവൾക്ക് ഈ സമയത്ത് തന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ജാതകദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. അമ്മയ്ക്കാണെങ്കിൽ കല്യാണത്തിന് സംതൃപ്തിയുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമാണോ ഇഷ്ടക്കാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. പെട്ടെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു ഒറ്റക്കാലിൽ നിന്നു എൻ്റെ കല്യാണം നടത്തി തന്നു. പണ്ടും അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ വാത്സല്യമൊന്നുമില്ല. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളെ സംസാരിക്കുള്ളൂ. ഒരു ടീച്ചറിൻ്റെ പവർ എപ്പോഴുമുണ്ട്. ഞങ്ങളോടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അമ്മയും ഞാനും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അനിയത്തിയുടെ അമ്മ ഭയങ്കര ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. അവൾക്ക് സത്യം പറഞ്ഞാൽ അമ്മയെ പേടിയാണ്. എങ്ങനെ ചേട്ടൻ അമ്മയെ കൺവിൻസ് ചെയ്തു എന്ന് അവൾ എന്നോട് പലപ്പോഴും ചോദിക്കും. ഞാൻ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചത്, അതും പ്രേമിച്ച് കല്യാണം കഴിച്ചത് അവൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് ഞാൻ വിചാരിച്ച പെണ്ണെ തന്നെ കിട്ടിയില്ലേ. അപ്പോൾ സുന്ദരമായൊരു ജീവിതമാണ് ഞാൻ തുടങ്ങിയത്. അവളോടും അമ്മ ഒരു പ്രത്യേക അകലം പാലിച്ചു, എന്നോടുള്ളതുപോലെ. അവളാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സംസാരിക്കുകയും കുറച്ച് പ്രസരിപ്പുള്ളൊരു പെൺകുട്ടിയാണ്. അമ്മയുടെ സ്വഭാവമായിട്ട് അവൾക്ക് ആദ്യത്തെ ആഴ്ച തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ അവളോട് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അമ്മ കൺസിഡർ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നീ നോക്കരുത്. നീ ഞാനും തമ്മിലുള്ള സ്നേഹം അത് മാത്രം നോക്കിയാൽ മതി. നിനക്ക് പറ്റുന്ന പോലെ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയെ വിളിക്കരുത്, അമ്മയെ ശല്യപ്പെടുത്താനും പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നിനക്ക് വിഷമമാകും. നീ അമ്മയുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല, അമ്മ അമ്മയുടെ കാര്യം സ്വയം നോക്കിക്കോളും എന്ന് പറയും. വീട്ടിൽ സ്ഥിരമായിട്ടൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിയാണ് പാചകവും മറ്റു പണികളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഭാര്യ വിവാഹം കഴിഞ്ഞ ശേഷം 1 വർഷത്തേക്ക് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് എനിക്കും സന്തോഷമായി മാഡം. അങ്ങനെ സംതൃപ്തകരമാണെന്ന് തോന്നുന്ന ആ ഒരു ദാമ്പത്യ ജീവിതത്തിലാണ് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാഹചര്യം എൻ്റെ അമ്മ തന്നെ വരുത്തി വെച്ചത്. ഒരു ദിവസം ഞാൻ TV കാണുകയാണ്. ഭാര്യ വന്ന് സോഫയിലിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു മാഡം. എന്നിട്ട് തല കൊണ്ട് അവൾ ചില കുസൃതികളൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കുക, ഞാൻ TV കാണട്ടെ എന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ അതുവഴി പോയി. അടുക്കളയിൽ നിന്ന് വന്നതാണ്. അമ്മയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല. മുറിക്കകത്ത് ചെയ്യാനുള്ളത് പുറത്ത് ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്നങ്ങ് പോയി. അത് കണ്ടപ്പോഴേക്കും അവൾ ഷോക്കായി. ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചല്ല. അതിന് മാത്രം ഒന്നുമില്ല, എന്നാലും ചെറിയ കുസൃതി അവളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അവളും ഞാനും കണ്ണും നോക്കി. പിന്നീട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ സോഫയിലൊന്നും വന്നിരിക്കില്ല. മുറിക്കകത്ത് പോയി കഴിയുമ്പോൾ മാത്രമാണ് സന്തോഷ വർത്തമാനങ്ങൾ. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എന്തൊരു വീട്ടിലാണ് ജീവിക്കുന്നത്, നമുക്ക് ഇവിടെ ശരിയാകില്ല, ടൗണിലേക്കെങ്കിലും മാറാമെന്നും. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അത് ശരിയാകില്ലെന്നും. പിന്നെ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചവിടെ ഇരിക്കാൻ പറ്റില്ല, സോഫയിലൊന്ന് കിടക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് അതെല്ലാം കുറ്റമല്ലേ? ഞാൻ പറഞ്ഞു ടീച്ചറല്ലേ, പഴ മനസ്സല്ലേ, അതുകൊണ്ടാണെന്ന്. ആ ടീച്ചറാണെങ്കിലും പഴ മനസ്സാണെങ്കിലും സ്വന്തം മകനും ഭാര്യയുമല്ലേ. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്തുമാകാമല്ലോ. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് അമ്മയോട് ഭയങ്കര ബഹുമാനമായിരുന്നെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ബഹുമാനമല്ല, പേടിയായിരിക്കും. സത്യം പറഞ്ഞാൽ സ്വന്തം ഭർത്താവിൽ നിന്ന് അവർക്ക് വേണ്ടത്ര കാര്യങ്ങളൊന്നും ലഭിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കവളെ വഴക്ക് പറയേണ്ടി വന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായുള്ള വഴക്ക് അന്നാണ് തുടങ്ങുന്നത്. അതോടുകൂടി ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ദിവസം രാത്രി ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വഴക്ക് ഭാര്യനോട്. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ എന്താണ് എൻ്റെ പുറകെ നടന്നത്, ഇതിനു മുമ്പ് നിങ്ങൾക്ക്
ബന്ധമില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരുമായിട്ട് ബന്ധം? എൻ്റെ അറിവിൽ ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല, എനിക്ക് ആരുമായിട്ടും യാതൊരു ബന്ധമില്ല. നിന്നെ കണ്ടാണ് ഞാൻ ആദ്യമേ മോഹിച്ചെന്ന്. ആ മോഹിച്ചു, എനിക്ക് നന്നായി മനസ്സിലായി. മീര ആരാ? എനിക്ക് സത്യം അറിയണമെന്ന് ഞാൻ ചോദിച്ചു. മീരയോ? അതാരാ? ഇവിടെ അടുത്തങ്ങളുള്ളൊരു പെണ്ണുപിള്ളയല്ലേ മീര? ഞാൻ പറഞ്ഞു മീര ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി നമ്മുടെ 2-3 വീടിനപ്പുറത്തുണ്ട്, ഇവിടുത്തെ ഒരു റിലേറ്റീവാണ്. ആ അവൾ തന്നെ, അവളുടെ കാര്യമാണ് ഞാൻ കേട്ടത്. ഞാൻ ചോദിച്ചു ആ ചേച്ചി ഞാൻ തമ്മിൽ എന്താ ബന്ധം? അവരുടെ ഭർത്താവ് ഗൾഫിലും കണ്ടാണ്. ഇടയ്ക്ക് പണ്ടിവിടെ വരുമായിരുന്നു, ഇപ്പം 3-4 വർഷമായിട്ട് വരാറില്ല. അയ്യോ എന്തിനാ വരാതിരിക്കുന്നത്? അവരെ വിളിച്ചു വരുത്തൂ. അവസാനം ക്ഷമ കെട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം, നീ എന്താ അറിഞ്ഞത്, ആരെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു അവൾ രാവിലെ അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് എന്നെക്കുറിച്ച് അവിടുത്തെ ജോലിക്കാരി ചേച്ചിയോട് എന്തോ അമ്മ സംസാരിക്കുകയാണ്. ജോലിക്കാരി ചേച്ചി അമ്മയോട് ചോദിക്കുന്നു അല്ല ടീച്ചറെ, അപ്പോൾ ടീച്ചർ പറഞ്ഞത് മോന് പറ്റിയ പെൺകുട്ടി അല്ലതെന്നാണോ? എടി അവന് പറ്റിയ പെൺകുട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഇടയ്ക്ക് 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി വഴക്കും വെക്കാണോ ഒക്കെ ഉണ്ട്. അവളുടെ സ്വഭാവം ശരിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവനെ ഭരിക്കുന്ന ടൈപ്പാണ്. ഓ അങ്ങനെയൊന്നുമല്ല, പാവമാണെന്നാണല്ലോ കണ്ടാൽ തോന്നേ. എടി പാവം. ആ അവിടെ കാര്യം പോട്ടെ, വേറെങ്ങ വീട്ടിൽ നിന്നൊരു പെണ്ണം, അവിടെ ഹിസ്റ്ററി നമുക്കറിയില്ല. എനിക്ക് എൻ്റെ മോൻ്റെ ഹിസ്റ്ററി അറിയാമല്ലോ. അവനാണെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടേണ്ടതല്ല. അയ്യോ അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മ അവരോട് പറയണത്രേ എടി അവന് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ടീച്ചർ എന്താ ഈ പറഞ്ഞതും? അതേടി അവനെ എൻ്റെയും നിൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് ഇഷ്ടം. ഒരു 38, 40, 45 വയസ്സുള്ള പെണ്ണുങ്ങളോടാണ് താല്പര്യം. ടീച്ചർ എന്താ പറഞ്ഞത്? മോൻ അങ്ങനൊന്നും എന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ലല്ലോ. ആഹാ നിനക്കറിയാത്തോണ്ടാണ്. എടി ഞാൻ അവനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതാണ്. അവൻ്റെ പെറ്റമ്മയല്ലേ ഞാൻ. നിനക്കറിയാമോ മീരെ? ആ എനിക്കറിയാം മീര, നമ്മളുടെ അപ്പുറത്തെ മീരയല്ലേ? ആ എടി അവളുടെ ഭർത്താവ് വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലല്ലോ. ആ അറിയാം, പക്ഷേ അവൾക്ക് സ്വഭാവ ദൂഷ്യമൊന്നുമില്ലല്ലോ. ദൂഷ്യമില്ല നീയാണോ പറഞ്ഞത്? ചെറുക്കനാണെങ്കിൽ അവിടെ പുറകെ അങ്ങ് നടക്കുമായിരുന്നു. ഷോ ടീച്ചർ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കള്ളമാണോ പറഞ്ഞത്? അല്ല ടീച്ചറെ, എത്ര വർഷമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇന്നുവരെ മോന് അങ്ങനെയൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നിന്നെ കാണിച്ചിട്ടാണോ പോകുന്നത്? നീ രാവിലെ വന്നിട്ട് ഉച്ചയാകുമ്പോൾ അങ്ങ് പോകില്ലേ? അത് കഴിഞ്ഞിട്ടാണ് മോളെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ പറ ടീച്ചറെ എന്താ നടക്കുന്നേ? എടി അവളുടെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഇവനാണോ അവളെ കയറി ട്യൂൺ ചെയ്തത്? ഇനി അവളാണോ അവനെ ട്യൂൺ ചെയ്യുന്നറിയില്ല. വളരെ ചെറുപ്പത്തിലുണ്ടോ അല്ലെങ്കിൽ അത് ആ സമയത്താണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ടീച്ചർക്ക് എങ്ങനെ മനസ്സിലായതും? ഓ എന്ത് പറയാനാ, ഒരു ദിവസമില്ലേ ഉച്ച കഴിഞ്ഞ് ഒരു അവധി ദിവസമാണ്. ഇവനാണെങ്കിൽ ഉച്ചയായപ്പോഴേക്കും കളിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അന്ന് ചേട്ടനുള്ള സമയമാണ്. ചേട്ടൻ എന്നോട് പറഞ്ഞു എടി നീ മീരയുടെ അവിടെ പോയി ഒരു കറ്റാർവാഴയുടെ തൈ വാങ്ങിച്ചുകൊണ്ട് വരാനും. ഞാനപ്പോൾ ഇല്ലേ എന്നാൽ അവളോട് ചോദിക്കാം എന്ന് വെച്ച് അവളുടെ വീട്ടിലേക്ക് കയറിപ്പോയതാടി. നോക്കിയപ്പോഴുണ്ട് ചെക്കൻ്റെ ചെരുപ്പ് പുറത്ത് കിടക്കുന്നു. അവിടെയാണെങ്കിൽ ആൾ മനക്ക് ഒന്നുമില്ല. അത് കണ്ടപ്പോൾ ഇവൻ അവളുടെ വീട്ടിൽ പോകുന്നതായിട്ട് എനിക്കിന്നുവരെ തോന്നിയിട്ടില്ല. പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും സംസാരിക്കാറുണ്ട്, പക്ഷേ ഇവളുടെ വീട്ടിൽ എൻ്റെ മകൻ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. ഇവനെന്തിനാണ് ചെരുപ്പ് പുറത്തിട്ടിട്ട് അകത്ത് കയറുന്നത് എന്നെനിക്കൊരു സംശയമായിരുന്നു. എൻ്റെ സംശയം ദൂരീകരിക്കാതെ അവിടെ നിന്ന് പോരാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ വീടിൻ്റെ പുറവശത്തേക്ക് ചെന്നടി. ആ സമയത്ത് അകത്ത് നല്ല രീതിയിലുള്ള ശബ്ദങ്ങൾ ഞാൻ കേട്ടു. 2 പേരും കൂടെ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയെ കണ്ടു. അയ്യോ മോളുടെ നിപ്പുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുക്കളയുടെ ഒരു ഭാഗത്തേക്ക് അങ്ങ് പോയെന്ന്. ഇതാണ് കഥ. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അന്തം വിട്ട് കുന്ത വിഴുങ്ങിപ്പോയി. ഈ മീരച്ചേച്ചി എന്ന് പറയുന്ന ആള് ഇത്തിരി വശപ്പശ കാണുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെന്നെ കാണുമ്പോൾ ചിരിക്കുകയോ സംസാരിക്കുകയോ മറ്റോ ചെയ്യും എന്നുള്ളതല്ലാതെ എനിക്കും അവരുമായിട്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ യാതൊരു ബന്ധവുമില്ല. ഞാൻ അവരുടെ വീടിനുള്ളിൽ കയറിയിട്ടുമില്ല. ഇങ്ങനൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല. പക്ഷേ അവർക്ക് സ്ഥിരം ചില ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നാട്ടിൽ പാട്ടുമാണ്. ഇപ്പോഴും ഒരു സുന്ദരിയാണ്, 10-42 വയസ്സ് കാണും. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധമേ ഇല്ല. അതുമാത്രമല്ല 40 വയസ്സ് കഴിഞ്ഞ് പെണ്ണുങ്ങളെയാണ് എനിക്കിഷ്ടമെന്ന് അമ്മ പറയുന്നു. എനിക്കങ്ങനൊന്നുമില്ല. എനിക്ക് പ്രേമിക്കാൻ ചെറുപ്പക്കാരികളെ പെണ്ണുങ്ങളെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ അത്ര മനസ്സിന് പിടിച്ച പെണ്ണുങ്ങളെയൊന്നും ഞാൻ അങ്ങനെ അടുത്ത് കണ്ടിട്ടുമില്ല. ഇത് എന്തൊരു മറിമായമാണെന്ന് ഞാൻ ഓർത്തു. ഞാൻ ഭാര്യയോട് പറഞ്ഞു അങ്ങനെയില്ല, അമ്മ ചുമ്മാ കള്ളക്കഥ പറയുന്നതാണെന്ന്. പക്ഷേ അവൾ വിശ്വസിക്കുന്നില്ല. തീയില്ലാതെ പുകയുണ്ടാകുമോ? സ്വന്തം അമ്മ ഇങ്ങനെ ആരും കേൾക്കാതെ വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞതാണ്. എന്നോട് ഡയറക്റ്റ് അമ്മ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് പ്രശ്നമില്ല, എൻ്റെ ഭർത്താവല്ലേ, ഞാൻ സഹിച്ചോളാന്ന്. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞില്ല. അവർ 2 പേരും കൂടെയുള്ള സ്വകാര്യ സംഭാഷണം ഞാൻ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് സത്യമാകാനാണ് സാധ്യത. തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കര വഴക്ക് കരച്ചിലുമായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ തന്നെ മീര ചേച്ചി പോയി കാണാം.
ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവരോട് ചോദിക്കാമെന്ന്. ഓ, ആ വിദ്യക്ക് കൈവച്ചേരെ ഏതെങ്കിലും സ്ത്രീ അങ്ങനെ ബന്ധമുണ്ടായിരുന്നു സമ്മതിക്കുമോ? എങ്കിൽ ഞാൻ അമ്മയെ തന്നെ ഇപ്പം വിളിച്ച് ഈ കാര്യത്തിൻ്റെ നെല്ലും പതിരും വേർതിരിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓ, അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മോന് വേണ്ടിയിട്ട് അമ്മ പറയുമായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ്, വേറൊരാളെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന്. അതൊന്നും ഇവിടെ നടക്കില്ല. എന്തോ ഉണ്ടായിരുന്നു, സത്യം പറ, ആ സ്ത്രീയുമായിട്ട് എത്ര തവണ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി മുഴുവനും അവളെന്നെ ഉറക്കില്ല മാഡം. ഞാൻ ഒത്തിരി ദൈവങ്ങളെ വിളിച്ച് സത്യമിട്ട് കഴിഞ്ഞിട്ടും അവൾ അടങ്ങിയില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, നിങ്ങളുടെ കൂടെ ഒരു നിമിഷം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം എന്നെ അങ്ങ് സംശയമാണ്. എവിടെയാ, മീരയുടെ വീട്ടിലാണോ, ഉച്ചയ്ക്ക് മീരയാണോ കറി തന്നത് എന്നൊക്കെ ചോദിക്കും. മീര രാവിലെ അപ്പോ സ്റ്റൂ ഉണ്ടാക്കി തന്നോ എന്നൊക്കെ ചോദിക്കും മാഡം. അങ്ങനെ ഇത് പറഞ്ഞ് നല്ല രീതിയിൽ അവൾ ചൊറിയും. ഒരു ദിവസം രാത്രി ഇതിനെ ചൊല്ലി ഞങ്ങൾ വഴക്കുണ്ടാക്കി. ആ സമയത്ത് അവൾ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനും പുറകെ പോയി എന്തോ പറഞ്ഞു. അമ്മയപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും നാൾ അമ്മയോട് ഞാൻ അത് ചോദിച്ചില്ല. സ്വതവേ എനിക്ക് അമ്മയോട് ഒരു റെസ്പെക്റ്റും പേടിയൊക്കെ ഉണ്ട്, ചോദിക്കാൻ മടിയായിരുന്നു. ഇത്രയും അഗ്നിപർവ്വതോടെ പുകഞ്ഞിട്ടും അമ്മ ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ ഞങ്ങളെ നോക്കിയിട്ട്, എന്താ രാത്രി ഇത്ര വഴക്ക്, നിങ്ങൾക്ക് റൂമിൽ പോയി വഴക്കുണ്ടാക്കിക്കൂടെ, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി നാട്ടുകാരെ അറിയിക്കണോ, ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെയുണ്ടോ, ഞാനും എൻ്റെ ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ എന്ത് ശാന്തമായിട്ടോടെ ജീവിച്ചത്, ഇവൾ വന്നു കയറി അപ്പം തന്നെ തുടങ്ങി എന്ന് പറഞ്ഞ് അമ്മ എന്തോ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കണ്ണുള്ള പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, അതിനു മുമ്പേ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞ് എൻ്റെ ഭാര്യ കേൾപ്പിച്ചു ഞാനും മേരി ചേച്ചിയുമായിട്ട് ബന്ധമാണെന്ന്. ആ സ്ത്രീയെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 40 കഴിഞ്ഞ ഏത് പെണ്ണുങ്ങളുമായിട്ടാണ് എനിക്ക് ബന്ധം, ഇവിടുത്തെ ജോലിക്കാരുമായിട്ടോ അതോ വേറെ ഏതെങ്കിലും 40 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഞങ്ങൾ രണ്ടുപേരെയും തുറച്ചു നോക്കി. ആരുടെ കാര്യം പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞില്ല, നീയും മീരയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ല. ആരോട് ഞാൻ പറഞ്ഞു, നിന്റെ കെട്ടിയോളോട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ പെണ്ണ നിന്നോട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇല്ല, അമ്മയും ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന കേട്ടു, ഞങ്ങൾ തമ്മിൽ പലരെക്കുറിച്ചും പലതും സംസാരിക്കും, ഞങ്ങൾ പ്രായമായ പെണ്ണുങ്ങളാണ്, പലരെക്കുറിച്ചും പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സംസാരിച്ചിരിക്കും. രഹസ്യം പറഞ്ഞത് ഒളിഞ്ഞു കേട്ടിട്ട് വഴക്കുണ്ടാക്കുന്നത് അത്ര നല്ല ശീലമല്ല. നീ ആരുടെ കൂടെ പോയി 40 ആണോ ഇഷ്ടം, 20 ആണോ ഇഷ്ടം, അതോ അതിൽ താഴെയാണോ ഇഷ്ടം എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ പറഞ്ഞത് വേറെന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യ ചോദിച്ചു, കണ്ടോ അമ്മ പറഞ്ഞത് എന്നെ പറ്റിയല്ലെന്ന് അമ്മ തന്നെ പറഞ്ഞില്ലേന്ന്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മയും മോനും കൂടി നാടകം കളിക്കുകയാണ്, അമ്മയുടെ വിശേഷങ്ങൾ മോനും അറിയാം, മോൻ്റെ വിശേഷങ്ങൾ അമ്മയ്ക്ക് പറയാന്ന്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സ്വഭാവം മാറി. അമ്മ അവളെ എന്തൊക്കെ പറഞ്ഞു, കയറി പോടിയകത്ത്, ഞാൻ പറഞ്ഞത് എൻ്റെ മോനെക്കുറിച്ചാണോ അല്ലേ എന്നൊക്കെ നീയാണ് വിശദീകരിക്കുന്നതും, ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിലും നിൻ്റെ ഭർത്താവിനെ കുറിച്ചല്ല, കയറി പോടി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിൽ പോയി. ഞാൻ പറഞ്ഞു, കണ്ടോ അമ്മ പല സമയത്ത് പലതാണ് പറഞ്ഞത്, എന്നെക്കുറിച്ചല്ല അമ്മ പറഞ്ഞത്, മറ്റാരെങ്കിലും കുറിച്ചായിരിക്കുമെന്ന്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അല്ല, നിങ്ങളെക്കുറിച്ച് തന്നെയാണ്, അവർ രഹസ്യമായിട്ട് പറഞ്ഞതാണ്, അമ്മ സ്വന്തം മകനെ ഒറ്റുകൊടുക്കില്ല, അതുകൊണ്ടാണെന്ന്. അവളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. അമ്മ എങ്ങനെ പറഞ്ഞത് സത്യമാണോ, ഇവൾ കേട്ടത് തെറ്റിദ്ധാരണയാണോ എന്നൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിലായി മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് എൻ്റെ ജീവിതം സംഘർഷഭരിതമായി. അങ്ങനെ പൊട്ടലും ചീറ്റിലുമൊക്കെ പതുക്കെ പതുക്കെ ശമിച്ചു. ഭാര്യയ്ക്ക് എന്നോട് സംശയരോഗമുണ്ട്. ഞാൻ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു കൊടുത്തു. അമ്മയോടോ അവളോടോ കൊമ്പ് കോർക്കാൻ ഞാൻ പോയില്ല. ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് അനുസരണയുള്ളൊരു ഭർത്താവായി ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് നാൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു മാഡം. ഈ അടുത്ത കാലത്താണ് ഭാര്യ ഗർഭിണിയായത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും നല്ല സന്തോഷമായിരുന്നു. ഞാനും പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു. ഭാര്യയ്ക്കും ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു മാഡം. അവൾക്ക് അപ്പോൾ തന്നെ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവൾ ഇഷ്ടമുള്ളിടത്ത് പോയി നിന്നോട്ടെ, എനിക്കെന്താ, എനിക്ക് പഴയതുപോലെ ജീവിച്ചാൽ മതി, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, അത് ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു. അത് കിട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാം, അമ്മയൊന്ന് മാറിയല്ലോ, ഇനിയിപ്പോൾ സ്വസ്ഥതയുണ്ട് എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ വീട്ടിലേക്ക് അടുത്ത ആഴ്ച പോകാൻ തയ്യാറായിരിക്കുക എന്നുള്ള നിലയിൽ വന്നപ്പോഴാണ് ഒരു ദിവസം രാത്രിയിൽ അവളിനോട് വന്നു കഴിഞ്ഞോടെ തന്നെ വലിയ വഴക്കും വക്കാണവും കരച്ചിലുമൊക്കെ. ഞാൻ ചോദിച്ചു, എന്താ അടുത്ത പ്രശ്നമെന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അമ്മ ആരോട് ഫോണിൽ സംസാരിക്കുന്നു, ഇവളവിടെ നിൽക്കുന്നത് അമ്മ കണ്ടില്ല പോലും. അമ്മ ഫോണിൽ കൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, എടീ അവൾ ഗർഭിണിയാണ് കേട്ടോ മോളെ,
വരുമോള് അവൾക്ക് ഉടനെ വീട്ടിൽ പോകണമെന്നാണ്. ഞാനും പിന്നെ അവർ വന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു വീട്ടിൽ പോയിക്കോ, അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ അവളുടെ ആഗ്രഹം. കാര്യം ആദ്യത്തെ പ്രസവമല്ലേ, സ്വന്തം അമ്മയെ കാണുമെന്ന് അവൾക്ക് താല്പര്യമില്ലേ. പിന്നെ ആദ്യത്തെ ഇറിറ്റേഷനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറിപ്പോയി. ഗർഭിണിയല്ലേ, അവളങ്ങ് പോയിക്കോട്ടെ, പിന്നീട് ഇടയ്ക്കൊന്ന് വിളിച്ചോണ്ട് വരാം. പിന്നെ ചടങ്ങിന് അവരുടെ വീട്ടുകാരെ വന്ന് വിളിച്ചോണ്ട് പോട്ടെ, പിന്നെ അവളവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അപ്പം എതിർവശത്തുള്ള ആളുടെ ശബ്ദമൊന്നും അവൾക്ക് കേൾക്കില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കാണും. എടി, എനിക്ക് സത്യം പറഞ്ഞാൽ ചെക്കനെ ഇവിടെ തനിയെ നിർത്താൻ ഒരു പേടിയാണ്. അവൻ വേണമെങ്കിൽ അവളുടെ കൂടെ പോയിക്കോട്ടെ. അത് കേട്ടപ്പോഴാണ് എൻ്റെ ഭാര്യ വിശദമായിട്ട് അത് കേൾക്കാൻ തീരുമാനിച്ചത്. എടി, എൻ്റെ മോനെക്കുറിച്ച് നിനക്കറിയില്ലയോ? പണ്ട് തൊട്ട ചെക്കന് നല്ല തരികട പരിപാടികളുണ്ട്. ഈ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിൽ പിന്നെ അവൻ തരികടകളെല്ലാം നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും അവൻ്റെ തരികട മാറിയിട്ടില്ല എന്ന് പറയുന്നു. അമ്മ തുടരുകയാണ്. ആ പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തതും അവൻ്റെ കുസൃത്തരങ്ങളൊക്കെ അവളുടെ മേൽ വർഷിച്ച് അടങ്ങിയൊതുങ്ങിയിരിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നറിയാമോ, ഇവർ തമ്മിൽ ആക്റ്റീവായിട്ട് അങ്ങോട്ട് ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടിത്തൊല്ല. എന്താണെന്ന് എനിക്കറിയാമോ? കാര്യം ഇവക്ക് ഒരു മാസത്തിൽ 3-4 ദിവസങ്ങൾ മാറി നിൽക്കുമല്ലോ, അന്ന് ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവൾക്ക് അസ്വസ്ഥയാണെന്ന്. അതുകൊണ്ട് അന്ന് അവൾ ഒരു രീതിയിൽ സഹകരിക്കില്ല. അങ്ങനെയുള്ള ദിവസങ്ങളില്ലേടി, ഇവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പുറത്തെ കുളിമുറി വരും. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ നനച്ചിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള മുകളിലത്തെ താഴത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതവൻ എടുത്തിട്ടിട്ട് അവൻ അവിടെ ഇരുന്ന് റോക്കറ്റ് ഗവേഷണം നടത്തുകടി. എന്നിട്ട് ചെക്കൻ അതിലെല്ലാം വൃത്തികേടാക്കി വെക്കും. പണ്ട് മറ്റ് പെണ്ണുങ്ങളുടെ ഉപദ്രവം ഉണ്ടായിരുന്നുള്ളൂ, എന്നോട് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത്, ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഇവൾ ഇങ്ങനെയുള്ള ഡേറ്റ് ആകുമ്പോഴില്ലേ, എനിക്ക് ചില സമയത്ത് ഞാൻ ഓർത്തുമല്ല ഒച്ചോ മറ്റോ കയറിപ്പോയതായിരിക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവനാണ് അതിൻ്റെ കാര്യമെന്ന്. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നില്ലേ, ഇവൻ എപ്പോഴെങ്കിലും അവിടെ പോകും. അത് കഴിഞ്ഞ് അഴയിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഞാൻ മിക്കവാറും 1-2 ജോഡിയൊക്കെ ഊരിയിട്ടിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് വർഷിക്കുകയല്ലേ. പക്ഷെ ഇങ്ങനെ അല്ലടി, ഇവൻ അതെടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് മറ്റ് കലാപരിപാടികൾ. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒരു ദിവസം ഞാൻ ഇവൻ്റെ ചെയ്തികൾ ഒളിഞ്ഞു നോക്കിയിടി. അവിടെ ആകുമ്പോഴേക്കും ആ വാതിൽ ഇതിന് നോക്കിയാൽ കാണാവുന്ന രീതിയിലല്ലേ. അന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ ശേഷം അവൻ മാന്യമായിട്ട് അവിടെ നിന്നിറങ്ങി അവളടുത്ത് ചെല്ലും. പിന്നെ അവിടുത്തെ കുളിമുറിയിൽ കുളിക്കും. ആ പൊട്ടിക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ എനിക്കൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ ഗർഭിണിയായല്ലോ, അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ഒന്നും കാണില്ല. അപ്പോൾ അതൊന്നുമില്ലാതെ അവൻ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാകും പ്രശ്നം. കാര്യം ഞാൻ ഇതെപ്പോഴും കഴുകി തുടക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അവളുടെ കൂടെ പോയി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ അവൻ ശരിയാക്കിക്കൊള്ളും. ഇനി പറയാൻ പറ്റില്ല, അവളുടെ അമ്മ കുറേ ചെറുപ്പമാണ്. അവർക്കും അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നനച്ചിട്ടുണ്ടല്ലോ. അതിൽ വല്ലോ ചെക്കൻ എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെക്കൻ ഇനി ഡയറക്റ്റ് എന്നോടും കാണാൻ വല്ല അപ്രോച്ചിന് വരുമോ എന്നെനിക്കൊരു പേടിയുമുണ്ട്. എനിക്കൊന്നും പറയാനുള്ള സിറ്റുവേഷൻ അല്ല. മരുമകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ വരുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പം അവൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വിശദ കാര്യങ്ങൾ പറയാം. അവനെയും വിളിച്ചോണ്ട് അവളോട് അങ്ങ് പോകാൻ ഞാൻ ഉപദേശിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വെച്ചിട്ട് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയത്രേ. അത്രയും വലിയ ആരോപണം താങ്ങാനുള്ള ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. എനിക്കത്തരം മോഹങ്ങളുമില്ല. പുറത്തെ കുളിമുറിയിൽ ഞാനിട്ട് പോകാറുമില്ല. ഞാൻ ചീറിപ്പാഞ്ഞ് അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ നല്ല ചില പോലെ ഇരിക്കുകയാണ്. എനിക്കറിയില്ല, ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുമില്ല. ഞാൻ ആരോടെങ്കിലും ഫോൺ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യമല്ല, എനിക്കറിയില്ല, ഞാൻ എന്തായാലും അവളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ആ കൂടി വല്ലാത്ത കൺഫ്യൂഷനിലായി. അമ്മ പറയുന്നതാണോ ശരി, ഭാര്യ പറയുന്നതാണോ ശരി? അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്, അത് നിൻ്റെ കാര്യമല്ല, ഞാൻ ഇങ്ങനെയുള്ള കഥകളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് അവൾ കേട്ടതാണെന്ന്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ പിണങ്ങിയിരിക്കുകയാണ് മാഡം. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടും അവൾ ഇതുവരെയും തണുത്തിട്ടില്ല. അമ്മയ്ക്ക് എന്തോ മാനസികമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അവളോട് പറഞ്ഞു. എങ്കിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ട് അമ്മ ട്രീറ്റ്മെൻറ്റിന് വരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് മാനസികമായ രോഗങ്ങളുമില്ല. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, കേൾക്കാത്തത് കേൾക്കുന്ന എന്തോ അസുഖം, അത് അവളെ നീ ചികിത്സിക്കൂ എന്ന് പറയുകയാണ്. ഇതാരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇതിൽ എന്താണ് യഥാർത്ഥമെന്നും അറിയില്ല. രണ്ടുപേരും പക്ക നോർമലായിട്ടാണ് പെരുമാറുന്നത്. മീര ചേച്ചിയുടെ കഥ നിങ്ങൾ പറഞ്ഞുവെന്ന് ജോലിക്കാരി ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ഞാൻ
കേണപേക്ഷിച്ചു യഥാർത്ഥത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ടീച്ചർ അങ്ങനൊന്നും പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ലെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. എന്ത് ചെയ്യണം മാഡം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴുണ്ടായ സ്വാഭാവികമായ ഒരു അസൂയ, അതിൽ നിന്ന് ഉടലെടുത്ത ഒരു കഥാസന്ദർഭമാണിത്. കാര്യം മരുമകൾ അടുത്തെങ്ങാണോ ഉണ്ട്, അല്ലെങ്കിൽ അവർ വരുന്നത് കണ്ടിട്ട് പർപ്പസ്ഫുള്ളിയാണ് അവർ ഈ കഥ പറയാൻ ആരംഭിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആണെന്ന് കേൾക്കുമ്പോൾ മരുമകൾ ഒളിഞ്ഞു നിൽക്കുമെന്നും കേൾക്കുമെന്നും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരൊരു കഥയുണ്ടാക്കിയിട്ട് ആ വേലക്കാരിയോട് പറഞ്ഞു. അപ്പോൾ വേലക്കാരി എന്താ, അവർക്കൊന്നും പറയാൻ പറ്റില്ല, കാര്യം അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആളല്ലേ, പണ്ടോട്ട് വിശ്വസ്തയാണ്. അതുകൊണ്ട് അവർ കേട്ടു. നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കണമെന്നില്ലല്ലോ. നിങ്ങളുടെ അമ്മയുടെ വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു പെരുമാറ്റമാണിത്. ഇത് മനോരോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്വഭാവ വൈകല്യം തന്നെയാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ കഥയിലെ മീര എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയില്ല. നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങൾക്കും അതേപോലെ ആ ചേച്ചിക്കും ഒക്കെ അറിയാം അവർക്ക് പേരുദോഷം ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ വേലക്കാരോട് അങ്ങനെ ഒരു കഥ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. അതേപോലെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, കോമൺ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കിടയിൽ സംഘർഷം വിതയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഭാര്യ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ പർപ്പസ്ഫുള്ളി പറഞ്ഞ കഥയാണത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യ തൊളിഞ്ഞെന്ന് കേട്ടു, പ്രശ്നങ്ങളായി. അപ്പം ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളുടെ അമ്മയ്ക്ക് അതിവിദഗ്ധമായിട്ട് കഴിഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായി, ഒന്ന് തണുത്തു, അവരുടെ മനസ്സും സംതൃപ്തിയായി. അത് കഴിഞ്ഞ് മരുമകൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേക്കും ഇനി അടുത്ത ഡോസ് എന്നുള്ള മട്ടിൽ അവർ തുടങ്ങി. അതും മരുമകളവിടെ നിൽക്കുന്നത് അറിയാമായിരുന്നിട്ടും അറിയാത്ത രീതിയിൽ മറ്റാരോടോ രഹസ്യം പറയുന്ന രീതിയിൽ, മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ പുള്ളിക്കാരി തകർത്ത് അഭിനയിച്ചു. മരുമകൾ അത് കേൾക്കണം, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതേപോലെ നടക്കുകയും ചെയ്തു. അപ്പം അവർ വളരെ വിദഗ്ധമായിട്ട് ചെയ്തൊരു സംഗതിയാണ്. അവരുടെ മനോനില നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും മനസ്സിലായി കാണില്ല. കാര്യം അത്രയ്ക്ക് വിദഗ്ധമായിട്ടാണ് അവർ ആ നാടകത്തിൽ അഭിനയിച്ചത്. അവരുടെ ലക്ഷ്യം നിറവേറുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ പിണങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ചതോ നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമായിട്ട് പെരുമാറുന്നതൊന്നും പോസസീവ്നെസ് കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല അവരുടെ മനസ്സ് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മകനിലേക്ക് വേറെ രീതിയിൽ ചായുന്ന രീതിയിലുമുള്ള കഥയാണ് സെക്കൻഡ് ഇറക്കിയത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പും ഉണ്ടായി കാണും തോന്നും. എന്തായാലും വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അമ്മയുടെ സ്വഭാവം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യ അടുത്ത് പോയിട്ട് നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ ഇതുപോലെ ഒന്നും കാണിച്ചിട്ടില്ലോ, അതുകൊണ്ട് പറയുക എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം കൗൺസിലിങ്ങിന് പോവുക. അതായത് അമ്മയുടെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് മെൻറ്റാലിറ്റി ഭാര്യയ്ക്ക് മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ ആ ആരോപണങ്ങളും സ്വഭാവങ്ങളൊന്നും ഭാര്യയെ ബാധിക്കുകയില്ല. മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടാണ് പറയുന്നത്, മാനസികമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ് പറയുന്നത് മനസ്സിലാകുമല്ലോ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലയ്ക്കും, അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകാം. ഇനി അമ്മയ്ക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യവും ആരായണം. കാര്യം അവരുടെ മനോനില മാറിയിരിക്കുകയാണ്. അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിനെ ഗുഡൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിരപരാധിത്വം ഒരു കൗൺസിലിംഗ് കൂടി തെളിയിച്ച് നിങ്ങൾ രണ്ടുപേരും സെറ്റാകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അഥവാ അതിന് പറ്റില്ലെന്ന് വെച്ചു അങ്ങനെയെങ്കിൽ ഒന്നുകിൽ മാറി താമസിക്കുക, ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു കോർഡിനേഷൻ ഭാര്യയും ഭർത്താവും കൂടെ നന്നായി മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് അമ്മ ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ, അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറയാല്ലേ, സമ്മതിക്കില്ല, എന്തെന്ന് വെച്ചാലും ഇനിയിപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ മകൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭാര്യ പറയുക എന്തോ കുഴപ്പമില്ല, ഞാനാ പറഞ്ഞു വിട്ട ചേട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു യുദ്ധത്തിൻ്റെ മുന ഒടിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് മെൻറ്റാലിറ്റി ഉള്ള പല ആൾക്കാരുമുണ്ട്. ചിലപ്പോൾ അത് മാനസിക രോഗത്തിൻ്റെ നിലയിലേക്ക് വന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല ആളുകളുമുണ്ട്. മനോരോഗമാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ എപ്പോഴും സഹിക്കും. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ, അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ ഒന്ന് ഓർക്കുക, അമ്മയുടെ ഈ മനോനിലയ്ക്ക് ചികിത്സയും സ്വാതന്ത്ര്യവും ഒക്കെ ആവശ്യമാണ്. അമ്മയെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരാളുടെ മനോനില ചേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ പോലും കുറ്റക്കാരല്ല, പല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി അമ്മയ്ക്ക് വേണ്ട പരിചരണം നൽകുക. അതേപോലെ ഭാര്യയും ഭർത്താവും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക.